ശ്രീകൃഷ്ണാർപ്പണമായി വരേണം. അഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറന്നീടായി കമറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറി മിന്നിടുമീ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ അന്തഭാഗ്യം ജനാനാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപദ്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. ജഗദംബികാ സ്മരണം. ശ്രീമഹാദേവി നമഃ. നാരായണനു സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ച ദുർമതമടക്കി വരം കൊടുത്ത കിരാതരൂപധരിയാകിയ ചന്ദ്രചൂഡൻ കാരുണ്യമെങ്കലരുളിയിടുക സർവകാലം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭഗവാനും ഭഗവാന്റെ ഭക്തജനങ്ങൾക്കും എന്റെ വിനീത നമസ്കാരം. ശ്രീമൻ നാരായണീയത്തിലത്തെ 83ാമത്തെ ദശകമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അടുത്തത് 84ാമത്തെ ദശകത്തില് സമന്ത പഞ്ചകയാത്ര. സമന്ത പഞ്ചകയാത്ര എന്നുള്ളത് ശ്രീമദ് ഭാഗവതത്തില് വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അതിമനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അതാണ് ഈ 84ാമത്തെ ദശകത്തില്. അതിന്റെ കൂടെ തന്നെ വേറെ കുറച്ചുകൂടി കാര്യങ്ങൾ കൂടി മറ്റു പല അധ്യായങ്ങളിലും പരാമർശിതമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ നമുക്കിവിടെ കിട്ടും. അത് മാത്രമല്ല, ഭാഗവതത്തിൽ ഒട്ടും തന്നെ പറയാത്ത കാര്യം ഭട്ടതിരി ആചാര്യൻ ഒട്ടും അവിടെ പറയാത്ത കാര്യം തൻ്റെ ഭാവനയിൽ കണ്ടുകൊണ്ട് അത് പറയാനുള്ള സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഭംഗിയായിട്ട് ഇവിടെ വർണ്ണിക്കുന്നുണ്ട് മേൽപ്പത്തൂർ ആചാര്യൻ. അതും നമുക്കിത് അവസാനത്തെ ശ്ലോകത്തിലെത്തുമ്പോൾ നമുക്ക് കാണാം. തുടക്കം എങ്ങനെയാണെങ്കിൽ, ഒരു സൂര്യഗ്രഹണം നടക്കുകയായിരുന്നു. സൂര്യഗ്രഹണ കാലത്ത് തീർത്ഥങ്ങളിൽ പോയിട്ട് മുങ്ങുക എന്നുള്ളത് ഒരു വളരെ ശുഭകർമ്മമായിട്ട് സങ്കല്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സൂര്യഗ്രഹണം വന്ന കാലത്ത് ഭാരതത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും സമന്ത പഞ്ചകത്തിലേക്ക് ജനങ്ങൾ തീർത്ഥയാത്ര ചെയ്തു. സമന്ത പഞ്ചകം നമ്മളിപ്പോ ഹരിയാനയിലാണ്, കുരുക്ഷേത്രത്തിന്റെ അടുത്താണ് ഹരിയാന ഡിസ്ട്രിക്റ്റില്, സ്റ്റേറ്റില്. അവിടെ കുരുക്ഷേത്രം നമുക്ക് എപ്പോഴും പോയാൽ കാണാമല്ലോ. അങ്ങനെ കുരുക്ഷേത്രത്തിന്റെയൊക്കെ അതിനടുത്തായിട്ട് തന്നെ ബ്രഹ്മഹൃദം എന്ന് പറഞ്ഞിട്ട് വളരെ വലിയൊരു തടാകമുണ്ട്. ആ തടാകം നമുക്ക് ഇപ്പോഴും പോയാൽ കാണാം. അതിന്റെ ചുറ്റും നിറയെ പടികൾ കെട്ടി പടുത്തുയർത്തിയിട്ടുണ്ട്. ഇന്നും ഇപ്പോഴും ഇക്കാലങ്ങളിലും ജനങ്ങൾ അവിടെ പോയിട്ട് മുങ്ങി കുളിക്കാൻ വേണ്ടി പോവും. സൂര്യഗ്രഹണ കാലത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ചെല്ലും. അതിന് എത്രത്തോളം സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം സ്ഥല സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട്. അനേകം പടവുകൾ 4 ഭാഗത്തും. അതില് ജനങ്ങൾക്ക് ഇറങ്ങി കുളിക്കാനും കുളിച്ചു വന്ന് കയറാനും ഒക്കെ സൗകര്യമുള്ള വിധത്തിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ പോകുമ്പോൾ അവിടെ നമുക്ക് ചെറിയ ചെറിയ ഹ്രദങ്ങൾ കാണിച്ചു തരും. ഹ്രദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുളങ്ങള്, തടാകങ്ങള്. അതില്
വിശ്വസിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചാല് പരശുരാമൻ വളരെ അധികം ധാർഷ്ട്യമുള്ള രാജാക്കന്മാര്, ക്ഷത്രിയന്മാരാണ് രാജാക്കന്മാരായിട്ട് വരിക. അവർക്ക് ഉപദേശം കൊടുക്കാൻ പോന്ന വിധത്തില് ആധ്യാത്മിക ജ്ഞാനമുള്ള ബ്രാഹ്മണര് അന്നത്തെ കാലത്ത്, ആ ബ്രാഹ്മണരെ ക്ഷത്രിയര് പൂജിച്ച് അവരെ വാഴ്ത്തി കൊണ്ടാടി ജീവിക്കണം. അവരാണ് രാജാവിന് ഉപദേശം കൊടുക്കുന്നത്. രാജഗുരുക്കന്മാര് ഈ ബ്രാഹ്മണരാണ്. അതിനൊക്കെ പകരം ബ്രാഹ്മണർക്ക് ഇല്ലാത്തത് കാരണം അവരുടെ എല്ലാ രക്ഷയ്ക്കും രാജാക്കന്മാരെ ആശ്രയിക്കേണ്ടി വരുന്നത് കൊണ്ട് രാജാക്കന്മാര് വളരെയധികം ധാർഷ്ട്യം കാണിച്ച് അവരെ താഴ്ത്തി രണ്ടാം കിടയിലേക്ക് താഴ്ത്തും. അറിവിന്റെ കേദാരങ്ങളാണ് അവര്. ആ നിലയ്ക്ക് അറിവിന്റെ ഭണ്ഡാകാരങ്ങളാണ് അവര്. ആ നിലയ്ക്ക് അവരെ ഉയർത്തി നല്ല ബഹുമാനിച്ച് ജീവിക്കുന്നതിന് പകരം രാജാക്കന്മാർ അവരുടെ ഉപദേശം സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല പലതരത്തിലും അവരെ ദ്രോഹിക്കും. അത് കാരണം അതുപോലെ പരശുരാമസ്വാമിക്ക്, ഭഗവാന്റെ അവതാരാണ്, വിഷ്ണുവിന്റെ അവതാരാണ്. ആ കാലത്ത് പരശുരാമ അവതാര കാലത്ത് സ്വന്തം അച്ഛനെ, സ്വന്തം കുടുംബത്തിനെ, ബ്രാഹ്മണനാണ്, ജമദഗ്നി മഹർഷിക്കൊക്കെ നേരിടേണ്ടി വന്ന സങ്കടം ആലോചിച്ചിട്ട്, ദുഃഖം ആലോചിച്ചിട്ട്, അപകടങ്ങള് ജമദഗ്നിയുടെ കൊല്ലുവരെ ചെയ്തു ക്ഷത്രിയര്. ആ സമയത്ത് പരശുരാമസ്വാമി ധാർഷ്ട്യമുള്ള ക്ഷത്രിയന്മാരെ ഭൂലോകം മുഴുവനും സഞ്ചരിച്ചിട്ട് പല പ്രാവശ്യം ചുറ്റിക്കറങ്ങിയിട്ട് 21 പ്രാവശ്യമായിട്ട് അവരെയൊക്കെ കുറച്ചാൾക്കാരെ ആദ്യത്തെ റൗണ്ടില്, പിന്നെ രണ്ടാമത്തെ, അങ്ങനെ 21 പ്രാവശ്യമായിട്ട് അവരെ ഇല്ലാതാക്കി, കൊന്നു. അങ്ങനെ ചെയ്ത സമയത്ത് അവരുടെ അതിന് ചെയ്തിട്ടുള്ള അതായത് ഒരു കൊലപാതകം, ദാരുണമായിട്ടുള്ള സംഭവമാണ്. അതിനുവേണ്ടി പിന്നെ അവരുടെ രക്തം കൊണ്ട് ഈ തീർത്ഥങ്ങള് നിറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. കാരണം ആയുധങ്ങളൊക്കെ കഴുകിയിട്ടും മറ്റുമായിട്ട്. അങ്ങനെയുള്ള സമന്ത പഞ്ചകം പിന്നെ ഭഗവത് അനുഗ്രഹം കൊണ്ട് തന്നെ അത് തീർത്ഥസ്ഥാനങ്ങളായി മാറി. അങ്ങനെ സമന്ത പഞ്ചകം, 5 ഹ്രദങ്ങള്, പിന്നെ ചിലര് പറയും അതെല്ലാം പലതും കൂടി ചേർന്നിട്ടുണ്ട്. ഇപ്പൊ അതില് നിറയെ ഹ്രദങ്ങളുള്ള സ്ഥലമാണ്. സമന്ത പഞ്ചകം എന്ന് പറഞ്ഞ സ്ഥലത്ത് തീർത്ഥമുണ്ടായത് അങ്ങനെയാണ്. പിന്നീട് ബലരാമസ്വാമി, ത്രേതായുഗത്തിലാണ് പരശുരാമസ്വാമിയുടെ കഥയൊക്കെ നടക്കുന്നത്. അതിനു മുമ്പ്, ത്രേതായുഗത്തിന് മുമ്പിലാണ്, രാമാവതാര കാലത്തിന് മുമ്പാണല്ലോ, വളരെ മുമ്പാണല്ലോ. അത് കഴിഞ്ഞ് രാമാവതാരമൊക്കെ കഴിഞ്ഞ് ദ്വാപര യുഗത്തില് ബലരാമസ്വാമി ഇതുപോലെ ബലരാമസ്വാമിയുടെ കൈകൊണ്ട് പുരാണം പറഞ്ഞിരിക്കുന്ന സൂതൻ, പുരാണാചാര്യൻ, പിന്നീടാണ് ആചാര്യത്വം കിട്ടിയത്. സൂതൻ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, രോമഹർഷണൻ എന്നു പേരുള്ള സൂതൻ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, സാധാരണ പുരാണം പറയുമ്പോൾ ഇരിക്കുന്ന ആ സീറ്റിനെ വ്യാസപീഠം എന്നാണ് പറയുക. കാരണം പുരാണങ്ങളൊക്കെ രചിച്ചത് വ്യാസഭഗവാനാണ്. വ്യാസപീഠത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വരുമ്പോൾ എഴുന്നേറ്റ് കൊള്ളണമെന്നില്ല. പക്ഷേ ബലരാമസ്വാമി ആ സഭയിലേക്ക് കയറി വന്ന സമയത്ത് സൂതൻ എഴുന്നേൽക്കാത്തത് കൊണ്ട് ബലരാമസ്വാമിക്ക് ദേഷ്യം വന്നിട്ട് ആ സൂതനെ കൊല്ലും. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മുനിമാരൊക്കെ സ്വാമിയോട് പറയും, ചെയ്തത് തെറ്റാണ്, അങ്ങേയറ്റം തെറ്റാണ് ചെയ്തത്, അങ്ങ് ഉടനെ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടണം, ഈ തെറ്റ് ചെയ്തതിന് പശ്ചാത്താപം പ്രായശ്ചിത്തമായിട്ട് എന്ന് പറയും. ആ സമയത്ത് ബലരാമസ്വാമി വേഗം തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടും. ആദ്യം തന്നെ സമന്ത പഞ്ചകത്തിൽ വന്നിട്ടാണ്, ആദ്യം അവിടെ വന്നിരുന്നിട്ടാണ് അദ്ദേഹം ഒരു പ്രായശ്ചിത്ത യാഗം കഴിച്ചു. എന്നിട്ടാണ് പിന്നെ ഭാരതം മുഴുവനും ചുറ്റി സഞ്ചരിച്ചതെന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് സമന്ത പഞ്ചകം. ഇപ്പൊ ദ്വാപര യുഗത്തില് ഭഗവാനൊക്കെ ദ്വാരകയില് സാമ്രാജ്യം സ്ഥാപിച്ച ശേഷം, അതിനൊക്കെ ശേഷം ഒരു സൂര്യഗ്രഹണം വന്ന സമയത്ത് എല്ലാവരും അവിടെ പോയി. എല്ലാ കൊല്ലവും പോകും. പക്ഷെ ഈ കൊല്ലത്തെ വർണ്ണന നമുക്ക് കിട്ടി. ഭഗവാൻ യാദവന്മാരോട് കൂടിയിട്ട് ദ്വാരകയിൽ നിന്ന്
സമന്ത പഞ്ചകത്തിലേക്ക് പോയി. ദ്വാരക എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ തീരത്ത്. അവിടെ നിന്ന് ഇപ്പൊ ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന സമന്ത പഞ്ചകത്തിലേക്ക് പോയി. ഡൽഹിയിൽ നിന്ന്, ഹസ്തിനപുരത്ത് നിന്ന് കൗരവന്മാരെല്ലാവരും പോയി. പാണ്ഡവന്മാര്, കൗരവന്മാര് അവരൊക്കെ പോയി. അതേപോലെ തന്നെ മധുരയിൽ നിന്ന് ഗോപന്മാരും ഗോപികമാരും, വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ നിന്നൊക്കെ ഗോപികമാരും ഗോപന്മാരും ഒക്കെ അവിടെ പോയി. അങ്ങനെ അനേകം സ്ഥലങ്ങളിൽ നിന്ന് വന്ന ജനങ്ങളുടെ ഒരു സമ്മേളനമായിരുന്നു സമന്ത പഞ്ചകത്തില് ആ കൊല്ലം. അതിനെ പറ്റിയിട്ടാണ് ആ തീർത്ഥയാത്ര, ഭഗവാന്റെ തീർത്ഥയാത്ര, അതേപോലെ തന്നെ ഭഗവത് ഭക്തന്മാരുടെ തീർത്ഥയാത്ര, അവരെല്ലാവരും കൂടി ഒന്നിച്ച് കണ്ടപ്പോ അവിടെ എന്ത് സംഭവിച്ചു, അത് ഒരു സാധാരണ വിവരണം മാതിരി നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ ഉള്ളില് അനേകം തത്വങ്ങളുണ്ട്. അത് നമുക്ക് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ശ്ലോകം. ക്വചിദധ തപനോപരാഗകാലേ പുരിനിദധൽ കൃതവർമ്മ കാമസൂനു യദുകുലമഹിളാവൃതഃ സുതീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം. ഒരിക്കല് ഒരു സൂര്യഗ്രഹണ കാലത്ത്, തപനോപരാഗകാലേ, സൂര്യഗ്രഹണ കാലത്ത് ഭഗവാന് സമന്ത പഞ്ചകത്തിലേക്ക് പോവാൻ തോന്നി. ആ സമയത്ത് ഭഗവാൻ രാജാവല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും, ദ്വാരകയിലത്തെ എല്ലാ കാര്യങ്ങളും ഭഗവാനാണ് ശ്രദ്ധിച്ചിരുന്നത്, ഒരു രാജാവ് ശ്രദ്ധിക്കുന്നത് പോലെ. അപ്പോ ദ്വാരക നഗരത്തെ അങ്ങനെ കൈവിട്ടു പോവാൻ വയ്യ. അതുകൊണ്ട് യാദവനായിട്ടുള്ള കൃതവർമാവ്, ഈ കൃതവർമാവിനെ നമ്മൾ മഹാഭാരത യുദ്ധകാലത്ത് കാണുന്നുണ്ട്. കൃതവർമാവിനും അതേപോലെ തന്നെ ഭഗവാന്റെ പൗത്രനായിട്ടുള്ള, ഭഗവാന്റെ പുത്രൻ പ്രദ്യുമ്നൻ, പ്രദ്യുമ്നന്റെ പുത്രൻ അനിരുദ്ധൻ, ഭഗവാന്റെ പൗത്രനായിട്ടുള്ള അനിരുദ്ധൻ. ഇവിടെ കാമസൂനു എന്നാ പറയുന്നത്, കാമദേവന്റെ മകൻ. കാമദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ പുത്രൻ. നമ്മളിത് മുമ്പ് അനുസ്മരിച്ചതാണ്. ഭഗവാന്റെ പുത്രനായി കാമദേവൻ വന്ന് അവതരിച്ചപ്പോ ആ അവതാര കാലത്ത് അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് പ്രദ്യുമ്നൻ. പ്രദ്യുമ്നന്റെ പുത്രനായ അനിരുദ്ധനും കൃതവർമാവിനും കൂടി രാജ്യം ഏൽപ്പിച്ചിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത്? യദുകുലം, ദ്വാരകയിൽ ഇപ്പൊ മുഴുവനും യാദവന്മാരാണ്. യാദവന്മാര്, ഭഗവാന്റെ പത്നിമാര് എല്ലാവരെയും കൂട്ടിയിട്ട് ആ സമന്ത പഞ്ചക തീർത്ഥത്തിലേക്ക് പോയി. ആ സമന്ത പഞ്ചകാഖ്യം തീർത്ഥം, തീർത്ഥത്തിന്റെ പേരാണ് സമന്ത പഞ്ചകം. അവിടേക്ക് ചെന്നു. തപനോപരാഗകാലേ പുരിനിദധൽ കൃതവർമ്മ കാമസൂനു യദുകുലമഹിളാവൃതഃ സുതീർത്ഥം സമുപഗതോസി സമന്ത പഞ്ചകാഖ്യം. അവിടെ പോയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, ആരൊക്കെയാണ് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിലുള്ളത്. ബഹുതര ജനഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിത്തരാശി സമമിളധാ കുരു പാണ്ഡവാദിമിത്രൈ. ബഹുതര ജനഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം. അനേകം ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഒക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ വീണ്ടും വീണ്ടും അവിടെയുള്ള തീർത്ഥതോയത്തില്, തീർത്ഥജലത്തില് വീണ്ടും അദ്ദേഹം മുങ്ങി, സ്നാനം ചെയ്തു, മുങ്ങിക്കുളിച്ചു. എന്തിനു വേണ്ടിയിട്ട്? എല്ലാവരും തീർത്ഥത്തിൽ പോയാൽ തീർത്ഥമാടുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുങ്ങിക്കുളിക്കുക. അത് ചെയ്തു ഭഗവാൻ. അത് വെള്ളമുള്ള സ്ഥലമാണെങ്കിൽ, എല്ലാ തീർത്ഥസ്ഥലങ്ങളും വെള്ളമുള്ള സ്ഥലങ്ങളായിരിക്കില്ല. ഇവിടെ പ്രത്യേകിച്ചും പറയേണ്ട തീർത്ഥതോയം, തീർത്ഥത്തിലുള്ള ഇത്രയും വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വാട്ടർ ബോഡിയാണ് അവിടെ ഉള്ളത്. തീർത്ഥതോയം, തോയം എന്ന് പറഞ്ഞ വെള്ളം, അതിൽ ഭഗവാൻ കുളിച്ചു. എന്നിട്ടോ ദ്വിജകുല പരിമുക്ത വിത്തരാശി, ധാരാളം ധനം ലോഭമില്ലാതെ വാരിക്കോരി ധനം ദ്വിജന്മാർക്ക്, ബ്രാഹ്മണന്മാർക്ക് കൊടുത്തു. അങ്ങനെ ദാനം ചെയ്യണത് തീർത്ഥയാത്ര മുഴുവനാവണമെങ്കിൽ അങ്ങനെ പോയ സ്ഥലത്ത് നമ്മൾ ലോഭമില്ലാതെ ധനം ആവശ്യമുള്ള ആൾക്കാർക്ക്, അർഹിക്കുന്നവർക്ക് കൊടുക്കണം. പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസര് ചില തീർത്ഥയാത്രകൾക്ക് പോയിട്ടുണ്ട്. ആ സമയത്ത് ഭഗവാൻ ഇത് പറയാറുണ്ട്.
പലരും തീർത്ഥയാത്രയ്ക്ക് ധാരാളം പണം ചെലവാക്കി പോവും, പക്ഷെ ദാനം ചെയ്യാൻ തയ്യാറാവില്ല. തീർത്ഥയാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വര ചിന്തനം വേണം, ഈശ്വരനെ സ്മരിക്കണം, അതോട് അത് അതിനൊപ്പം തന്നെ അർഹിക്കുന്നവർക്ക് പണം കൊടുക്കാൻ തയ്യാറാവണം. ഭഗവാൻ ഇവിടെ ലോഭമില്ലാതെ ദ്വിജന്മാർക്ക്, ബ്രാഹ്മണന്മാർക്ക് പണം വാരി വിതറി ദാനം ചെയ്തു. സമമിളധാ ഒരു പാണ്ഡവാദിമിത്രേ, കൗരവന്മാര്, പാണ്ഡവന്മാര്, അവരിലുള്ള സുഹൃത്തുക്കള്, അവരൊക്കെ ഒന്നു ചേർന്നിട്ട് സമമിളധാ ഒന്നിച്ചിട്ട് ആ മിത്രങ്ങളുമായിട്ട് സമ്മേളിച്ചു. ഒരു വലിയ സമ്മേളനമായിരുന്നു അത്. ബഹുതര ജനഹിതായ തത്ര ത്വമപി പുനൻ വിനിമജ്യ തീർത്ഥതോയം ദ്വിജകുല പരിമുക്ത വിക്തരാശി സമമിളധാ കുരു പാണ്ഡവാദിമിത്രൈഹി. മിത്രങ്ങളോട് കൂടിയിട്ട്, സുഹൃജനങ്ങളോട് കൂടി, ബന്ധുക്കളോട് കൂടി സുഖമായിട്ട് സമ്മേളിച്ചിട്ട് അവിടെ ഭഗവാൻ താമസിച്ചു. തവ ഖലു ദയിതാ ജനൈ സമേത ദ്രുപദ സുതാ ത്വയി ഗാഢഭക്തിഭാര തദുദിത ഭവതാ ഹൃദി പ്രകാരൈ അതിമുമുദേ സമമന്യഭാമിനീഭി. ഭഗവാനിൽ അത്യന്തം ഭക്തിയായിരുന്നു പാഞ്ചാലി ദേവിക്ക്. ദ്രുപദസുത, ദ്രുപദന്റെ പുത്രിയായിട്ടുള്ള പാഞ്ചാലി. ഗാഢഭക്തിഭാര, ഭഗവാനിൽ വലിയ ഭക്തിയായിരുന്നു. തവ ഖലു വനിതാജനൈ സമേത. ഭഗവാൻ വനിതാജനൈ എന്ന് കാണാം, ചിലപ്പോ ദയിതാജനൈ എന്ന് കാണാം. ഭഗവാന്റെ പ്രിയ പത്നിമാരോട് കൂടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത് ഭഗവാൻ. 16,108 പത്നിമാരെയും ഭഗവാൻ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരെയെല്ലാം കണ്ട സമയത്ത് പാഞ്ചാലി ദേവിക്ക് വളരെ സന്തോഷം തോന്നി. അനേകം സ്ത്രീകൾ ഒത്തുകൂടുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം? മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം ചെലവാക്കുന്നതിന് പകരം, വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെലവാക്കുന്നതിന് പകരം അവരെന്താണ് ചെയ്യേണ്ടത്? അവര് ഭഗവാനെ പറ്റി ചിന്തിക്കണം. അത് ഓർത്ത സമയത്ത് പാഞ്ചാലി ദേവിക്ക് തോന്നിയ ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാല്, കൃഷ്ണപത്നിമാരോടൊക്കെ ചോദിക്കുക, എങ്ങനെയാണ് ഭഗവാൻ അവരെ സ്വീകരിച്ചത്? ആ കഥ പറയൂ എന്ന് പറയാ. അപ്പൊ അവരെല്ലാവരും അവരുടെ സ്വന്തം കഥകളല്ലേ, കഥകള് പറഞ്ഞിരിക്കാൻ അവർക്ക് വളരെ സന്തോഷം തോന്നും. പറയുന്നതൊക്കെ ഭഗവാനെ പറ്റിയായിരിക്കും. ഇതൊക്കെ കേൾക്കാൻ ദേവിക്കും വളരെ കൗതുകമുണ്ട്. കാരണം എന്താ വെച്ചാൽ അവര് വലിയ കൃഷ്ണഭക്തിയായിരുന്നു. കൃഷ്ണനെ പറ്റി തന്നെയല്ലേ അവര് പറയുക. സന്തോഷമായിട്ട് ഈ കാര്യങ്ങൾ ചോദിച്ചു. ആ സമയത്ത് അവര് പറയുന്നതൊക്കെ കേട്ടിട്ട് പാഞ്ചാലി ദേവിയും മറ്റു സ്ത്രീകളും ഒക്കെ വളരെ അധികം സന്തോഷിച്ചു. തവ ഖലു വനിതാ ജനൈ സമേത ദ്രുപദ സുതാ ത്വയി ഗാഢഭക്തിഭാരാ തദുദിത ഭവതാ ഹൃദി പ്രകാരേ അതിമുമുദേ സമമന്യഭാമിനീഭി. കൗതുകത്തോടുകൂടി ദേവി അത് കേട്ടിരുന്നു, പാഞ്ചാലി ദേവി. അവരൊക്കെ സന്തോഷത്തോടു കൂടി അത് പറഞ്ഞു. എല്ലാവരും, പറഞ്ഞവരും കേട്ടവരും എല്ലാവരും സന്തോഷിച്ചു. ഇത് നമ്മളും ഓർമ്മിക്കേണ്ടതാണ്. എല്ലാവരും ഒത്തുചേരുന്ന സമയത്ത് ഭഗവാനെ പറ്റി പറയുക എന്നുള്ളത്. തദനുജ ഭഗവൻ നിരീക്ഷ്യ ഗോപാൻ അതികുതുകാതുപഗമ്യമാനയിത്വാ ചിരതര വിരഹാതുരംഗരേഖാ പശുപവധൂ സരസം ത്വമന്വയാസി. അങ്ങനെ ഭഗവാന്റെ കൂടെ പോയ സ്ത്രീകൾക്കൊക്കെ സന്തോഷം. പിന്നെ ഭഗവാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് ഗോപന്മാര് വന്നിട്ടുണ്ട്. ഭഗവാനെ പണ്ട് കണ്ടതാണ് ഈ ഗോപന്മാര് പലരും. പിന്നെ അതിനുശേഷം ഭഗവാനെ കാണാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഗോപന്മാര്, അവരെ ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അടുത്ത് ചെന്ന് അവരെയൊക്കെ മാനിച്ചു എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ആദരിച്ചു. എന്നിട്ട് ആ സമയത്തോ ഗോപന്മാരുടെ കൂടെ ഗോപികമാര് വന്നിട്ടുണ്ട്. ആ ഗോപന്മാര് പിന്നെയും കംസവധത്തിന്റെ സമയത്ത് അവിടെ ഗോപന്മാര് കുറെ പേരുണ്ടായിരുന്നു. അതേസമയം ഈ ഗോപികമാരാരും ഭഗവാനെ പിന്നെ കണ്ടിട്ടില്ല. ഒരിക്കലും ഉദ്ധവർ അവിടെ പോയി അവരെ സമാധാനിപ്പിച്ചതൊക്കെ നമ്മൾ നാരായണീയത്തിൽ കണ്ടിട്ടുണ്ട്. അവരാരും തന്നെ പിന്നെ ഭഗവാനെ കണ്ടിട്ടില്ല. അവരവിടെ ഉണ്ട്. അവരെ വർണ്ണിച്ചത് എങ്ങനെയാണ് നോക്കൂ. ചിരതര വിരഹാതുരംഗരേഖ പശുപവധൂ. പശുപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപൻ, പശുപവധൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഗോപന്മാരുടെ പത്നിമാര്, ഗോപികമാര്, അവിടുത്തെ പത്നി, അവിടുത്തെ സ്ത്രീകള്, ഗോപ സ്ത്രീകള്, അവരെ കണ്ട സമയത്ത് ഭഗവാൻ ഒരു കാര്യം പ്രത്യേകിച്ചും ശ്രദ്ധിച്ചു. അവരെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ചിരതര വിരഹാതുരംഗരേഖ. ഭഗവാനിൽ നിന്ന് അനേകം കാലമായിട്ട് അവർ വേറിട്ടിരിക്കുകയാണ്. ചിരതര വിരഹം, അനേക കാലത്തെ വിരഹം, പ്രിയജനങ്ങളുടെ വിയോഗമാണ് വിരഹം. ആ വിരഹം അവർ കുറെ കാലമായി സഹിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അംഗരേഖകളാണ് അവര്. അംഗരേഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രേഖ എന്ന് പറഞ്ഞ ഒരു വരി, ഒരു ലൈൻ, അത് അവരുടെ ശരീരത്തെ നോക്കിയ ഒരു വര മാത്രമേ ഉള്ളൂ. അത്രയും ഭഗവാനെ ആലോചിച്ച് വിരഹത്തിൽ ദുഃഖിച്ച് അവര് വളരെയധികം ഭഗവാനെ കാണണം എന്നുള്ള ആഗ്രഹത്തില് അവരുടെ ശരീരമൊക്കെ മെലിഞ്ഞ് മെലിഞ്ഞ് ഇപ്പൊ ഒരു വര വരച്ചതുപോലെയാണ് ഓരോരുത്തരും. ചിരതര വിരഹാതുരംഗരേഖ, അംഗരേഖകളായി മാറി അവരൊക്കെ തന്നെ ഒരു വരി, അതാണ് അവരുടെ ശരീരം. അങ്ങനത്തെ അവസ്ഥയിലെത്തി. ഭഗവാൻ അവരുടെ അടുത്തും ചെന്നു. അവരുടെ അടുത്ത് ചെന്നിട്ട് ആനന്ദത്തോടുകൂടി അവരെ സമീപിച്ചു. എന്നിട്ടോ സപതി ഭവതി ക്ഷണോത്സവേന പ്രമുഷിതമാന ഹൃദം നിദംബിനീനം അതിരസപരിമുക്ത കഞ്ചുളീകേ പരിചയ ഹൃദ്യതരേ കുചേ ന്യലൈഷി. ഭഗവാനെ കാണാനുള്ള കൗതുകം അവരിലുണ്ട്. ഭവതീക്ഷണോത്സവേന, ഭഗവാനെ കാണുക, ആ കാണുന്നത് ഒരു ഉത്സവം പോലെയാണ് അവർക്ക്. ഒരു ഉത്സവപ്പറമ്പിൽ പോയാൽ നമ്മൾ എന്തൊക്കെ കാഴ്ചകൾ കാണും, അതൊക്കെ കണ്ട് നമ്മളുടെ കണ്ണ് വിടരും. അതുപോലെയായിരുന്നു ഭഗവാനെ കാണാൻ അവർക്ക് കിട്ടിയ സമയത്ത് അവർക്ക് തോന്നിയത്. അവരുടെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ ഭഗവാൻ വിട്ടുപോയില്ലേ എന്നുള്ളതിന്റെ സങ്കടമുണ്ട്. ആ സങ്കടവും അതിന്റെ പേരിൽ ദേഷ്യമുണ്ട്. അല്പസ്വല്പം ദേഷ്യമുണ്ട് ഭഗവാനോട്. ആ സോറി ആ ദേഷ്യമൊക്കെ അവരുടെ മനസ്സെന്ന് ഭഗവാൻ അടുത്ത് വന്നപ്പോ അതൊക്കെ മാറിപ്പോയി. ആ സുന്ദരിമാരുടെ ദേഷ്യം പോലും ഇല്ലാതായി. സോറി, ഇല്ലാതായി പോയി. അങ്ങനെയുള്ള ആ അവസരത്തില് അതിരസപരിമുക്ത കഞ്ചുളീകേ പരിചയ ഹൃദ്യതരേ കുചേന്യലൈഷീ. അങ്ങനെ ആ സമയത്ത് അതിരസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിയായിട്ടുള്ള ഭാവം. ഇവിടെ ഭാവം എന്താണ്? ഭക്തിഭാവം. ആ ഭക്തിഭാവത്തിന്റെ തള്ളിച്ചയില് അവര് ധരിച്ചിരുന്ന മേൽവസ്ത്രങ്ങൾ പോലും അതുപോലും അഴിഞ്ഞു പോയി. പരിചയ ഹൃദ്യതരേ കുചേന്യലൈഷി. ഭഗവാൻ എത്രയോ കാലമായി രാസരംഗത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ശരീരവുമായിട്ടുള്ള സമ്പർക്കം ഭഗവാൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയില്ല, ആ അവരുടെ മാറിടത്തില് ഭഗവാൻ അലിഞ്ഞു ചേർന്നു എന്ന് പറയാണ്. അപ്പൊ നമ്മളിവിടെ കുറച്ച് ശൃംഗാരത്തിന്റെ ഭാഷയിലാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെങ്കിൽ അവരുടെ ഭക്തിഭാരം, അവരുടെ ഭക്തിഭാവം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞ സമയത്ത് ഭഗവാൻ അതിലേക്ക് ലയിച്ചു എന്നുള്ളത് കുറച്ച് കുറച്ചൊരു ചമത്കാരത്തോടു കൂടി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ഹൃദയം ഭഗവത് ചിന്ത കൊണ്ട് നിറഞ്ഞ സമയത്ത് അവരുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക്, കുജം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ ബ്രസ്റ്റ് എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത് അവരുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിലേക്ക് ഭഗവാൻ ലയിച്ചു ചേർന്നു. ഭക്തിയുള്ളിടത്താണ് പ്രവേശിക്കുക. ഭക്തിയിലേക്കാണ് ഭഗവാൻ. ആ ഭക്തിഭാവത്തില് ഭഗവാൻ പോലും ലയിച്ചു പോകും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ഭക്തിയുടെ ഒരു മാഹാത്മ്യത്തെ കാണിക്കുന്ന ഒരു ശ്ലോകമായിട്ട് നമ്മൾ ഈ 5-ാമത്തെ ശ്ലോകം എടുക്കണം. 6-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, രിപുജന കലഹൈ പുനർമേ സമുപഗതൈരിയതി വിളംബനാഭൂൽ സമുപഗതൈരിയതി വിളംബനാഭൂൽ ഇതി കൃതപരിരംഭണേ ത്വയി ദ്രാഗ് അതിവിവശ ഖലുരാധികാ നിലില്ലേ. അനേകം ഗോപികമാരുണ്ട്.
അതിലൊരു ഗോപികയെ ഭഗവാൻ തിരഞ്ഞെടുത്തു. അത് മറ്റാരുമായിരുന്നില്ല, ഭഗവാന്റെ പ്രിയയായിട്ടുള്ള രാധികാദേവിയായിരുന്നു. ശ്രീമദ് ഭാഗവതത്തില് രാധ എന്നുള്ളൊരു പരാമർശമില്ല, രാധിക എന്നുള്ളൊരു പരാമർശമില്ല. ഗോപികമാരെ പറ്റി പറയുന്നുണ്ട്. അതിലൊരുവൾ ഭഗവാനെ അത്യധികം ആരാധിച്ചിരുന്നു. അവളാൽ ആരാധിക്കപ്പെട്ടിരുന്നു ഭഗവാൻ. അനയാരാധിതോ, അവളാൽ ആദരിക്കപ്പെട്ടിരുന്നു, ആരാധിക്കപ്പെട്ടിരുന്നു. ആ വാക്കിൽ നിന്നാണ് രാധ എന്നുള്ള വാക്കുണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അല്ലാതെ വ്യാസ മഹർഷി ശ്രീമദ് ഭാഗവതത്തില് രാധയെ പറ്റി പറഞ്ഞിട്ടില്ല. മറ്റ് ചില പുരാണങ്ങളില്, വ്യാസഭഗവാന്റെ കൃതി തന്നെ പുരാണങ്ങളില്, ബ്രഹ്മവൈവർത്ത പുരാണം, അതിലൊക്കെ അതേപറ്റി രാധയെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീ മഹാഭാരതത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഹരിവംശം, മഹാഭാരതത്തിൽ സാധാരണ ഹരിവംശം ഇല്ലാതെയാണ് നമ്മൾ മഹാഭാരതം എന്ന് പറയുക. പക്ഷെ അതിന്റെ ഒരു അനുബന്ധമാണ് ആ ഹരിവംശത്തിലും മറ്റും പറയുന്ന പല കാര്യങ്ങളും ശ്രീമദ് ഭാഗവതത്തിലില്ല. ഇവിടെ രാധികയെ പറ്റി പറയാൻ മേൽപ്പത്തൂർ ആചാര്യന് ഒരു മടിയില്ല. ആലോചിച്ചാല് രാധ ഉണ്ടായിരുന്നു എന്ന് വേണം വിശ്വസിക്കാൻ. വ്യാസ മഹർഷിക്ക് രാധയെ പറ്റി പറയാൻ പറ്റിയിരുന്നില്ല. നമ്മൾ വളരെ വികാരം കൊണ്ട് തരളിതമാവുന്ന സമയത്ത് നമുക്ക് ചിലതൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കും. പറയാൻ പുറപ്പെട്ടാൽ വിതുമ്പിപ്പോവും. ഗദ്ഗതത്തോടുകൂടി അല്ലാതെ പറയാൻ പറ്റില്ല. കണ്ണു നിറയും. അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കും. അതുപോലെയാണ് വ്യാസഭഗവാൻ രാധയെ പറ്റി പറയാതിരുന്നത് എന്ന് വിചാരിക്കുന്നു. മേൽപ്പത്തൂർ ആചാര്യനെ സംബന്ധിച്ചിടത്തോളം പറയാതിരിക്കാൻ പറ്റുന്നില്ല. രാധയെ പറ്റി പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പറയുന്നു, രാധയുടെ അടുത്ത് പോയി. ഭാഗവതത്തിൽ നമ്മൾ കാണുന്നത് ഗോപികമാരോടാണ് എപ്പോഴും ഭഗവാൻ ഒന്നിച്ചിട്ട് അവരോടാണ് അഡ്രസ് ചെയ്യുക. ഈ രംഗത്തിലും ഇതിനു മുമ്പുള്ള രംഗങ്ങളിലൊക്കെ ഭഗവാൻ പറയണത്, രിപുജന കലഹൈ പുനഃപുനർമേ സമുപഗതൈരിയതീ വിളംബന. ഒരുപാട് ശത്രുക്കൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഭഗവാന് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടുന്ന് വന്ന ശേഷം മധുരയിലേക്ക് ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്ന് വന്ന ശേഷം, ഗോപികമാരെ വിട്ടു വന്ന ശേഷമാണ് ഭഗവാന് പിന്നെ ഒരുപാട് പത്നിമാരെ സ്വീകരിക്കുന്ന സമയത്തൊക്കെ, രുക്മിണി ദേവിയെ സ്വീകരിക്കുന്ന സമയത്ത് രുക്മിയുടെ കൂട്ടുകാരും അവരുടെ സൈന്യങ്ങളും അവരെ നേരിടേണ്ടി വന്നു. അങ്ങനെ അധികം പത്നിമാരെ സ്വീകരിക്കുമ്പോഴും ഭഗവാന് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ട് കുറെ പത്നിമാരെ സ്വീകരിക്കേണ്ടി വന്നു. 16,100 പത്നിമാരെ സ്വീകരിക്കുന്ന സമയത്ത് നരകാസുരനെയൊക്കെ കൊന്നിട്ടും നരകാസുരന്റെ സൈന്യങ്ങളെ ഇല്ലാതാക്കിയിട്ടുമാണ് അവരെ സ്വീകരിക്കേണ്ടി വന്നത്. അതിനിടയിൽ അതിനു മുമ്പ് ജരാസന്ധൻ പടകൂട്ടി ഭഗവാന്റെ അടുത്ത് വന്നിരുന്നു. ആ സമയത്തും ഭഗവാൻ ജരാസന്ധന്റെ കൂടെ എത്രയോ അക്ഷൗഹിണി പടകൾ ഉണ്ടായിരുന്നു. അനേകം കൂട്ടുകാരുണ്ടായിരുന്നു ജരാസന്ധന്. അവരൊക്കെ യുദ്ധം ചെയ്യാൻ വന്നപ്പോ ഭഗവാന് യുദ്ധം ചെയ്യേണ്ടി വന്നു. അങ്ങനെ രിപുജന കലഹൈ, ശത്രുക്കളുടെ കലഹം കൊണ്ട് അവരുമായിട്ടുള്ള യുദ്ധത്തില് ഒരിക്കലല്ല പല പ്രാവശ്യം പുനർമേ അങ്ങനെ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വരാൻ എനിക്ക് വൈകിയത് എന്ന് ഭഗവാൻ ഇവിടെ പറയണത്. രാധയുടെ അടുത്ത് വരാൻ വൈകിയത് എന്നുള്ളത് രാധികാദേവിയുടെ അടുത്ത് പോയിട്ട് ഭഗവാൻ പറഞ്ഞു. ഇതി വകൃത പരിരംഭണേ ത്വയിദ്രാഗ് അതിവിവശാ ഖലു രാധികാ നിലില്ലേ. ഇങ്ങനെ ഭഗവാൻ അടുത്തുപോയി പറഞ്ഞു. രാധികാദേവിയെ പരിരംഭണം ചെയ്തു, കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന രാധികാദേവിയുടെ ദുഃഖം മുഴുവനും ഇല്ലാതായി തീർന്നു. ആ സമയത്ത് ദേവിയുടെ അതിനു മുമ്പുണ്ടായിരുന്ന പരാതിയൊക്കെ ഇല്ലാതായി തീർന്നു. ഭക്തി കൊണ്ട് വിവശയായി തീർന്നു. അത്യന്തം പ്രേമ പാരവശ്യം തോന്നി ദേവിക്ക്. എന്നിട്ട് ഭഗവാനിൽ പെട്ടെന്ന് ലയിച്ചു. നേരത്തെ പറഞ്ഞു, ഗോപികമാരുടെ മാറിടത്തില് ഭഗവാൻ ലയിച്ചു. രാധാദേവി ഭഗവാനിൽ ലയിച്ചു എന്ന് പറയുന്നു. ലയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഭഗവാൻ തന്നെയാണ് എല്ലാ ജീവികളിലും ആത്മാവായിട്ടിരിക്കുന്നത്. ഭഗവാന്റെ സർവഭൂത ഹൃദയതയാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ ഭക്തന്മാര്
ഭഗവാനിൽ ലയിക്കും. അതിനല്ലേ സായുജ്യം എന്ന് പറയുന്നത്. അതിനെ പറ്റിയാണ് ഈ 2 ശ്ലോകങ്ങളിൽ പറഞ്ഞത് എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ചും ഓർമ്മിക്കണം. അപഗത വിരഹവ്യധാസ്തദാതാ രഹസി വിധായ ദദാഥ തത്വബോധം പരമസുഖചിദാത്മികോഹമാത്മേതി ഉദയതു വ സ്ഫുടമേവ ചേതസീതി. അവര് ചിരകാലമായിട്ട് വിരഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വിരഹം അനുഭവിച്ചു കൊണ്ടിരുന്ന അവരുടെ അടുത്ത് പോയിട്ട് ഭഗവാൻ തത്വങ്ങൾ ഉപദേശിച്ച സമയത്ത് അവരുടെ ആ തത്വബോധം അവരുടെ ഉള്ളിൽ വന്നു. അവർക്ക് അതുകൊണ്ട് തന്നെ വിരഹവ്യഥ ഇല്ലാതായി തീർന്നു. ഭഗവാൻ ആരാണ്? അഹം. ഭഗവാൻ പറയാണ് അവരോട്, അഹം അതാരാണ്? എല്ലാവരിലും ആത്മാവായി കുടികൊള്ളുന്നത് ഞാൻ തന്നെയാണ്. ഇവിടെ ഭഗവാൻ ഞാൻ എന്ന് പറയുന്നത് ദേവകീപുത്രനായിട്ടുള്ള കൃഷ്ണൻ എന്നുള്ള നിലയ്ക്കല്ല. പരമാത്മാവ്. നമ്മൾ ശിവനിലാണ് പരമാത്മാവ് കാണുന്നതെങ്കിൽ അത് ശിവൻ. ദേവിയിലാണ് പരമാത്മാവിനെ കാണുന്നതെങ്കിൽ ദേവി തന്നെ. അങ്ങനെ കൃഷ്ണൻ എന്ന് നമ്മളിവിടെ പറയുന്നത് പരമാത്മാവ് തന്നെയാണ് എല്ലാത്തിലും ഇരിക്കുന്നത് എന്ന് ഭഗവാൻ മനസ്സിലാക്കി കൊടുത്തു. പരമാനന്ദ പ്രകാശ സ്വരൂപനായിട്ടുള്ള ഞാൻ, പരമസുഖചിതാത്മകൻ ആയിട്ടുള്ള ഞാൻ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവ് എന്നുള്ള തത്വം അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് അവരുടെ മനസ്സിൽ ഉദിക്കട്ടെ എന്ന് ഭഗവാൻ പറയാണ്. ഞാൻ തന്നെയാണ് എല്ലാവരിലും എന്ന ആത്മബോധം നിങ്ങളിൽ ഉദിക്കട്ടെ. അതാണ് ഭഗവാൻ അനുഗ്രഹിക്കാനുള്ളത്. ഭക്തനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കേണ്ട സമയത്ത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഭക്തന് ആത്മതത്വം സ്പഷ്ടമായിട്ട് ഉദിക്കട്ടെ ആ ഭക്തന്റെ മനസ്സിൽ. അത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്ത സമയത്ത് ആ തത്വജ്ഞാനം വന്നവർക്ക് ഏറെ സമാധാനം വന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, സുഖരസ പരിമിശ്രിതോ വിയോഗ കിമപി പുരാ ഭവദുദ്ധവോപദേശേ സമഭവദമുദ പരം തു താസം പരമസുഖൈക്യമയി ഭവദ്വിചിന്ത. അവർക്ക് നേരത്തെ തന്നെ ഭഗവാൻ പോയ സമയത്ത് അവർക്ക് ഉത്കടമായിട്ടുള്ള സങ്കടം തോന്നിയിരുന്നു. ഭഗവാൻ വൃന്ദാവനത്തുനിന്ന് പിന്നെ അക്രൂരന്റെ കൂടെ പോയ സമയത്ത്. ഉദ്ധവരുടെ എപ്പോഴും തെറ്റി പറഞ്ഞു തോന്നുന്നു. അക്രൂരന്റെ കൂടെയാണ് പോയത്. പിന്നെ അവരെ സമാധാനിപ്പിക്കാൻ വന്നത് ഉദ്ധവരായിരുന്നു. അന്ന് അക്രൂരന്റെ കൂടെ ഭഗവാൻ മധുരയ്ക്ക് പോയ സമയത്ത് അവർക്ക് ഉത്കടമായിട്ടുള്ള ദുഃഖം തോന്നിയിരുന്നു. കടുത്ത ദുഃഖം, വിരഹദുഃഖം. അങ്ങനെയായിരുന്നു അവരുടെ ആ വിയോഗത്തിന്റെ ആദ്യകാലം. പിന്നെ ഉദ്ധവന് വന്ന് ഉപദേശിച്ച സമയത്ത് അവർക്ക് കുറേയൊക്കെ ആത്മബോധം അപ്പൊ തന്നെ കുറേയൊക്കെ കുറച്ചൊക്കെ ഉദിച്ചു. അതുകൊണ്ട് അവരുടെ വിരഹം പോലും ഭഗവത് ചിന്ത കൊണ്ട് സുഖരസ പരിമിശ്രിതോ, അതിൽ അല്പസ്വല്പം രസവും സന്തോഷവും ഒക്കെ കലർന്നിരുന്നു. അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ടാണ് ഇപ്പൊ അവരിയ്ക്കുന്നത്. അങ്ങനെ പണ്ട് പുരാഭവത് ഉദ്ധവോപദേശേ, പണ്ട് ഉദ്ധവൻ കൊടുത്ത ഉപദേശം കൊണ്ട് തന്നെ അവരുടെ വിയോഗത്തില് അവർക്ക് ഒരല്പം സന്തോഷം. എന്താ വെച്ചാൽ ഭഗവാൻ അന്ന് പറഞ്ഞിരുന്നു, എന്തുകൊണ്ടാണ് അറിയോ ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോണത്? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ കൂടെ നിൽക്കുമ്പോൾ എന്നെ പറ്റി ചിന്തിക്കുന്നതിൽ കൂടുതലായിട്ട് ഞാൻ അകന്നു നിന്നാൽ നിങ്ങൾ എന്നെ പറ്റി ചിന്തിക്കും എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് അതിലൊക്കെ സന്തോഷം കിട്ടിയിരുന്നു. അങ്ങനെ അവരെപ്പോഴും ഭഗവാനെ ആലോചിച്ചിട്ട്, ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് ഈ വിരഹം എന്ന് ആലോചിച്ചിട്ട് അവർക്ക് കുറേശ്ശെ സന്തോഷം കിട്ടിയിരുന്നു. അങ്ങനെയല്ല അവര് ഇപ്പോ ഭഗവാനെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നു, ഭഗവാൻ തന്നെ ആത്മജ്ഞാനം കൊടുക്കുന്നു. അങ്ങനെ വന്ന സമയത്ത് അവരുടെ സന്തോഷത്തില് മനസ്സിന്റെ കാലുഷ്യം, ദുഃഖം, ദേഷ്യം അതൊക്കെ അകന്ന അവസ്ഥയില് അവര് കൃഷ്ണനിൽ ലയിച്ചു. പരമസുഖവുമായിട്ട് അവർക്ക് ഐക്യം കിട്ടി. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പരമസുഖം. കൃഷ്ണനുമായിട്ട് അവർക്ക് ഐക്യം കിട്ടി. അങ്ങനെ അവര് സന്തോഷത്തോടു കൂടിയിട്ട് ആ തീർത്ഥയാത്രയില് ആ സന്തോഷം അവരുടെ തീർത്ഥയാത്രയെ സഫലമാക്കി തീർത്തു.
അടുത്ത ശ്ലോകത്തില് മുനിവരനിവഹൈസ്തവാധ പിത്ര ദുരിതശമായ ശുഭാനി പൃച്യമാനൈ ത്വയി സതി കിമിദം ശുഭാന്തരൈരിതി പുരുഹസിതൈരപി യാജിതസ്തദാസൗ. ആ സമയത്ത് ഭഗവാന്റെ അച്ഛനായിട്ടുള്ള വസുദേവര് മുനിവരന്മാരോട്, അവിടെ അനേകം ശ്രേഷ്ഠരായിട്ടുള്ള മുനിമാരുണ്ടായിരുന്നു. വ്യാസ ഭഗവാൻ ഉണ്ടായിരുന്നു, പിന്നെ നാരദ മഹർഷി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള മുനിമാര് ചേർന്നിട്ടുള്ള ആ സദസ്സില് ഭഗവാന്റെ അച്ഛൻ വസുദേവര് ആ മുനിമാരോട് ഒരു ചോദ്യം ചോദിച്ചു. ശുഭാനി പൃച്യമാനൈ, ദുരിതശമായ ശുഭാനി, മനുഷ്യരുടെ ദുരിതം തീർന്നിട്ട് അവർക്ക് ശുഭം വരാൻ വേണ്ടിയിട്ട്, മംഗളം വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ആ സമയത്ത് സാധാരണ നിലയില് അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ അങ്ങനെയാണല്ലോ, ദുരിതശാന്തിക്ക് വേണ്ടി ഹോമങ്ങൾ ചെയ്യും, പൂജകൾ ചെയ്യും, യാഗം ചെയ്യാൻ പറ്റുന്നവര് യാഗം ചെയ്യും. ഇന്നും നമ്മൾ കാണാറുണ്ട് സമൂഹത്തില് ചിലരൊക്കെ മുൻകൈ എടുത്തിട്ട് ലോകത്തിന്റെ ദുഃഖം തീരാൻ വേണ്ടിയിട്ട്, വേനൽക്കാലം വരുമ്പോ വരൾച്ച മാറാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് യാഗം ചെയ്യും. അപ്പോ ഈ മുനിവർ ഇങ്ങനെ ചോദിക്കുമ്പോ ദുരിതം ശമിപ്പിക്കാൻ, ശുഭം കൈവരുത്താൻ എന്ത് ചെയ്യണം? അതിന് യാഗം ചെയ്യണം. ശരി, യാഗം ചെയ്യിക്കാം. പക്ഷെ ആരെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത്? വസുദേവരെയാണ് വസുദേവരെ കൊണ്ടാണ് ചെയ്യിക്കേണ്ടത്. വസുദേവര് ഭഗവാന്റെ നിത്യ സമ്പർക്കമുള്ള ആളാണ്. അത് ഭഗവാൻ കൃഷ്ണന്റെ അച്ഛനാണ്, പിതാവാണ്, നിത്യസമ്പർക്കമുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് യാഗത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അതൊക്കെ ആലോചിച്ച് അവര് ചിരിച്ചു, മുനിവരന്മാര്. ഉരു ഹസിതൈരവി, കുറേ ചിരിച്ചു അവരൊക്കെ അതൊക്കെ ആലോചിച്ചിട്ട്. എന്നാലും വസുദേവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ദുരിതം വരണ സമയത്ത് വേറെ ആരെയോ കുറ്റം പറയുക, ദൈവത്തിനെ കുറ്റം പറയുക, ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ദുരിതശാന്തിക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും കൂട്ടി മംഗളകർമ്മങ്ങൾ ചെയ്യുക. എല്ലാവർക്കും സമൂഹത്തിലെ യാഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിൽ പങ്കുകൊള്ളാൻ അവസരം കിട്ടും. അവരെ കൊണ്ടൊക്കെ ഈശ്വരനെ പറ്റി ചിന്തിപ്പിച്ച് ഈ പൂജാകർമ്മങ്ങളില് യാഗകർമ്മങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ എല്ലാവരും ഈശ്വരനെ പറ്റി തന്നെ ചിന്തിക്കും. ആ സമയത്ത് തന്നെത്താനേ മംഗളം വന്ന് ഭവിക്കും. അതൊക്കെ ആലോചിച്ചിട്ട് വസുദേവരെ കൊണ്ട് അവര് ആ സമന്ത പഞ്ചകത്തിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ട്, അപ്പൊ അവിടെ എല്ലാവരും ഉണ്ട്, കുരുപാണ്ഡവന്മാരുണ്ട്, പിന്നെ യാദവന്മാരുണ്ട്, ഗോപന്മാരുണ്ട്. അവിടെ വെച്ചിട്ട് വസുദേവരെ കൊണ്ട് ഒരു യജനം, അതായത് യാഗം നടത്തിപ്പിച്ചു. സുമഹതിയജനേ വിതായമാനേ പ്രമുദിതമിത്രജനൈ സഹൈവ ഗോപാ യദുജനമഹിതാസ്ത്രിമാസമാത്രം ഭവദനുശങ്കരസം പുരേവ ഭേജു. ആ സമയത്ത് ആ യാഗത്തിന് വേണ്ടിയിട്ട് വളരെ വിസ്തൃതമായിട്ടുള്ള സംഭാരങ്ങളായിരുന്നു, ഒരുക്കങ്ങളായിരുന്നു. അങ്ങനെ വലിയ ഒരുക്കങ്ങളോട് കൂടിയിട്ടുള്ള ചെയ്തിട്ടുള്ള യാഗത്തില് സുമഹതിയജനെ വിതായമാനേ പ്രമുദിതമിത്രജനെ സഹൈവ ഗോപാ. ആ ഗോപന്മാരും അവിടെ ഉണ്ട്. അവര് എല്ലാവരും കൂടി ചേർന്ന സമയത്ത് എത്രയോ മിത്രജനങ്ങള്, നല്ല മൈത്രി അന്യോന്യം തോന്നുന്ന ജനങ്ങളൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള ആ അവസരത്തില് ഗോപന്മാർക്കും വളരെ സന്തോഷം തോന്നി. യദുജനമഹിത സ്ത്രീമാസമാത്രം, യാദവന്മാര്, യദുജനങ്ങള്, യാദവന്മാര് ഗോപന്മാരെ വേണ്ട വിധം ആ സമയത്ത് സൽക്കരിച്ചിട്ടും പൂജിച്ചിട്ടും സമ്മാനിച്ചിട്ടും അവർക്കേറെ ആദരവ് കൊടുത്തിരുന്നു. അതൊക്കെ കണ്ട സമയത്ത് ഗോപന്മാര് പോകുമ്പോ വേഗം സൂര്യ ഈ തപനോപരാഗ കാലം എന്ന് പറഞ്ഞല്ലോ, സൂര്യഗ്രഹണം കഴിഞ്ഞ ഉടനെ തന്നെ അവര് തിരിച്ചു വരണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും പോയിരിക്കുക. പക്ഷെ അവിടെ പോയ സമയത്ത് 3 മാസം അവരങ്ങനെ അവിടെ താമസിച്ചു. ഭഗവാൻ അവിടെ ഉണ്ട്. ഭഗവാന്റെ ജനങ്ങള്, ബന്ധുക്കള്, യാദവന്മാര് ഞങ്ങളെയൊക്കെ വേണ്ട പോലെ ആദരിക്കണു. അവർക്ക് പരമാനന്ദമായിരുന്നു, എല്ലാവർക്കും സന്തോഷമായിരുന്നു.
ഗോപികമാരുടെ പരമാനന്ദം നമ്മൾ കണ്ടു. ഇവിടെ ഗോപന്മാർക്കും വലിയ പരമാനന്ദമായിരുന്നു. അങ്ങനെ അവര് 3 മാസം അവിടെ ഭഗവാന്റെ അടുത്ത് താമസിച്ചിട്ട് ഭഗവാന്റെ സാമീപ്യത്തിലുള്ള സന്തോഷം അറിഞ്ഞുകൊണ്ട് പണ്ടത്തെ പോലെ, പണ്ട് ഭഗവാൻ അവരുടെ കൂടെ കുട്ടിയാവണ കാലത്ത് കളിക്കും. കുറച്ചുകൂടി കഴിഞ്ഞ സമയത്ത് രാസനൃത്തം ഗോപന്മാരും ചെയ്യും രാസനൃത്തം. ഭാഗവതത്തിൽ കാണുന്ന രാസത്തില് ഗോപികമാരെ നമ്മൾ കണ്ടുള്ളൂ. പക്ഷെ രാസം എന്ന് പറഞ്ഞ നൃത്തവിശേഷം ഗോപന്മാരും ചെയ്യണ നൃത്തമാണ്. പണ്ടത്തെ പോലെ അവര് ഭഗവാന്റെ സാമീപ്യം അനുഭവിച്ചിട്ട് സന്തോഷമാർന്ന് ജീവിച്ചു 3 മാസം. വ്യപഗമ സമയേ സമീത്യ രാധം ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീതഖേദം പ്രമുദിത ഹൃദയ പുരം പ്രയാത പവനപുരേശ്വര പാഹി മം ഗതേഭ്യ. ആ സമയത്ത് ഇപ്പൊ 11ാമത്തെ ശ്ലോകമായി. ഈ ഇതിനു മുമ്പുള്ള കണ്ടിട്ടുള്ള കുറെ അധ്യായങ്ങളില്, ദശകങ്ങളില് 10 ശ്ലോകം, ദശകം എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് പോലെ ചില സ്ഥലത്ത് 11 ശ്ലോകങ്ങൾ കാണാം. ഇവിടെ 11 ശ്ലോകങ്ങളുണ്ട്. അനേകം കഥാഭാഗങ്ങൾ ഇതിൽ ഒതുക്കിയിട്ടുണ്ട്. 11 ശ്ലോകങ്ങളുണ്ട്. അവസാനത്തെ ശ്ലോകമായിട്ടുള്ള 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, വ്യപഗമ സമയേ സമീത്യ രാധം. ഭഗവാൻ ഒന്നുകൂടി രാധാദേവിയുടെ അടുത്ത് പോയി. അവര് പോണ സമയത്ത്, 3 മാസം കഴിഞ്ഞ് പോണ സമയത്ത്, ദൃഢമുപഗുഹ്യ നിരീക്ഷ്യ വീതഖേദം. ഭഗവാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. രാധാദേവിയുടെ ദുഃഖമൊക്കെ അകന്നിരുന്നു. രാധാദേവി ഇപ്പൊ പരമശാന്തിയുള്ള സുഖം പ്രാപിച്ചുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് ഭഗവാന് വളരെ സന്തോഷം കൊടുത്തു. എല്ലാം ഈ ദേവി ദുഃഖം അകന്നവളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ഭഗവാന് വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഭഗവാൻ ദ്വാരകാപുരിയിലേക്ക് മടങ്ങി. പ്രമുദിത ഹൃദയ പുരം പ്രയാത. ദ്വാരകയിലേക്ക് ഭഗവാൻ മടങ്ങിയത് സന്തോഷത്തോടു കൂടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഭഗവാന്റെ ഭക്തജനങ്ങൾക്ക് ഏറെ സന്തോഷം കിട്ടിയൊരു സമയമായിരുന്നു. ഈ മുനിമാർക്കോ ഭഗവാന്റെ സാമീപ്യം അവിടെ ഉണ്ടായി. ഭഗവാന്റെ അച്ഛനെ കൊണ്ട് യാഗം ചെയ്യിക്കാൻ പറ്റി. അന്ന് അവിടെ കൂടിയിരുന്ന ആരും തന്നെ സങ്കടത്തോടു കൂടി മടങ്ങിയില്ല. എല്ലാവരും സന്തോഷമായിട്ടാണ് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിയത്. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങനെ സ്വന്തം പുരിയിലേക്ക് സന്തോഷത്തോടു കൂടി മടങ്ങിയ ഭഗവാനെ, പാഹിമാം ഗതേഭ്യ, എന്നെ രക്ഷിക്കൂ. എന്തിൽ നിന്ന്? ഗതേഭ്യ, രോഗങ്ങളിൽ നിന്ന്. നമ്മൾ നേരത്തെ കണ്ടതാണ് 4ാമത്തെ അധ്യായം തൊട്ടിട്ട് എല്ലാ അധ്യായങ്ങളും അവസാനിക്കുമ്പോഴും മേൽപ്പത്തൂർ ആചാര്യന് തന്നെ രോഗവിമുക്തനാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം ശരീരത്തിന്റെ രോഗം മാത്രമല്ല, മനസ്സിൽ എന്തെങ്കിലും കാലുഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിൽ നിന്നുകൂടി ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും രോഗം വരുന്ന സമയത്ത് ചികിത്സ ചെയ്യുമെങ്കിലും ചികിത്സയേക്കാൾ കൂടുതൽ അവര് ആശ്രയിക്കുന്നത് നാരായണീയത്തെയാണെന്ന് പറയാം. നാരായണീയത്തിൽ വിശ്വാസമുള്ള ഭക്തിയുള്ള ജനങ്ങള് രോഗങ്ങൾ വരുമ്പോഴൊക്കെ അവരുടെ രോഗശാന്തിക്കായിട്ട് നാരായണീയം ഗ്രന്ഥം കയ്യിലെടുക്കുന്നത്. ഇതില് ഓരോ സ്ഥലത്തും മേൽപ്പത്തൂർ ആചാര്യൻ 4 തൊട്ടിട്ട് അവസാനം വരെ മേൽപ്പത്തൂർ ആചാര്യൻ ഇങ്ങനെ പറയുമ്പോൾ ഏതൊക്കെ രോഗങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ മുക്തി കിട്ടണേ എന്നുള്ള അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ജനങ്ങൾ കണക്കാക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. രാധാദേവിയെ പറ്റി 2 പ്രാവശ്യം, ഒരു സ്ഥലത്ത് രാധിക എന്ന് പറയണു, ഇവിടെ രാധ എന്ന് പറയണു. രാധികാദേവിയെ പറ്റി ഒരു മടിയുമില്ലാതെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഭാഗവതത്തിന്റെ ചുരുക്കമാണ് നാരായണീയം. ഭാഗവതത്തിന്റെ ഒരു കണ്ടൻസ്ഡ് വേർഷനാണ് നാരായണീയം. എന്നിട്ട് പോലും ഒരു മടിയുമില്ലാതെ ഭാഗവതത്തിൽ പറയാതെ രാധയുടെ പേര് ഭഗവാൻ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ഇവിടെ കൈകാര്യം ചെയ്യുന്നു മേൽപ്പത്തൂർ ആചാര്യൻ. ശ്രീമദ് ഭാഗവതത്തില് ഈ ഭാഗം വളരെ ഭംഗിയായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ നമുക്കൊരു കാര്യം കാണും. ഈ ഗോപികമാര് നമ്മൾ പ്രത്യേകിച്ചും ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്, നേരത്തെ അക്രൂരൻ കൊണ്ടുപോണ സമയത്ത് ഗോപികമാരൊക്കെ
മുമ്പിലേക്ക് വന്നിരുന്നു. കൊണ്ടുപോകുന്ന സമയത്ത് എന്തു പറഞ്ഞിട്ടാണ് ഭഗവാന്റെ രഥം തടുക്കാൻ വേണ്ടിയിട്ട്. അക്രൂരന്റെ രഥത്തിലാണ് കയറിയിരിക്കുന്നത്. ഈ ക്രൂരനായിട്ടുള്ള അക്രൂരന്റെ രഥത്തിന്റെ മുമ്പിൽ ഞങ്ങൾ പോയി ആഹ് ആ പാതയില് മാർഗത്തില് വിലങ്ങടിച്ച് കിടക്കും. ഇനി ഞങ്ങളുടെ മുമ്പ് ഞങ്ങളെ കടന്നു പോണമെന്നുണ്ടെങ്കിൽ ഈ രഥത്തിന്റെ ചക്രം ഞങ്ങളുടെ ദേഹത്ത് കൂടെ ഉരുളണം. ഇങ്ങനെയൊക്കെ പറഞ്ഞു മുമ്പിൽ പോയി നിന്നിരുന്നു വന്നവര്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുതിർന്ന ഗോപന്റെ ഉപദേശം സ്വീകരിച്ചിട്ടാണ് അവര് വഴിയിൽ കിടക്കാതെ വഴിയിൽ നിന്ന് കൊടുത്തതൊക്കെ. അങ്ങനെയുള്ള ഗോപികമാര്. പിന്നെ ഉദ്ധവൻ വന്ന സമയത്ത് ഒരു കരിവണ്ടിനെ കണ്ട സമയത്ത് എത്ര എത്ര ഇത്രയധികം വികാരത്തോട് കൂടിയിട്ട് ദേഷ്യവും പരാതിയും ഒക്കെ കലർത്തിക്കൊണ്ടാണ് അവർ സംസാരിച്ചത്. ഒരു വണ്ട് അവരുടെ അടുത്ത് വന്ന സമയത്ത് ഉദ്ധവൻ കേൾക്കെ അവര് പറഞ്ഞു, ഹേ വണ്ടേ, കരിവണ്ടേ, ഈ നിന്നെ പോലെ തന്നെയാണ് ഭഗവാനാണെന്നുള്ളതിൽ പറയണം. നിന്റെ ഈ കറുത്തവരൊക്കെ തന്നെ ഭഗവാന്റെ ഒരു വലിയ ഒരു ചിഹ്നമാണ് ഭഗവാന്റെ കറുത്ത നിറം. സുന്ദരമായിട്ടുള്ള ഭഗവാന്റെ കറുത്ത നിറം. അതേപോലെ തിളങ്ങുന്നതാണ് ഈ കരിവണ്ട്. നീല നിറവും തിളക്കവുമുള്ള കറുപ്പ്. അപ്പൊ അത് ഭഗവാനെയാണ് ഉദ്ദേശിച്ചിട്ടാണ് പറയണത്. ഈ കറുപ്പ് നിറം കണ്ടാൽ അറിയാം നീ ചതിക്കുന്ന. ഹേ വണ്ടേ, നിന്റെ മുഖത്തുള്ള രോമങ്ങളിലൊക്കെ കുങ്കുമമുണ്ട്, പടർന്നു കാണുന്നുണ്ട്. ഈ കുങ്കുമം ഏതാണ്? കൃഷ്ണൻ പുരസ്ത്രീകൾ പോയത് മധുരയിലേക്കാണ്. വൃന്ദാവനം ഗ്രാമമാണ്. മധുരയില് പുരസ്ത്രീകള്, നഗരത്തിലെ സ്ത്രീകൾ ഉണ്ടായിരിക്കും. നഗരത്തിലത്തെ സ്ത്രീകൾക്ക് ഭംഗിയായിട്ട് പെരുമാറാൻ അറിയാം. ഭഗവാനെ നന്നായിട്ട് വശീകരിക്കാൻ അറിയാം. ഭഗവാൻ അവരുടെയൊക്കെ കൂടെ പോയിട്ട് അവിടെ ഇങ്ങനെ അവരുടെ കൂടെയൊക്കെ അവരെയൊക്കെ വിഹാരം ചെയ്ത് വിഹരിച്ച് നടക്കും. ആ സമയത്ത് അവരുടെ ശരീരത്തിൽ അണിഞ്ഞിട്ടുള്ള കുങ്കുമം അത് ഭഗവാന്റെ മുഖത്തും പുരളും. അതാണ് ഇവിടെ ഈ കരിവണ്ടിനെ നോക്കി പറയുന്നത്. നിന്റെ മുഖത്തുള്ള രോമത്തിൽ പടർന്നിരിക്കുന്നത് ആ പുരസ്ത്രീകളുടെ മുഖത്തും ദേഹത്തും അണിഞ്ഞിട്ടുള്ള കുങ്കുമമാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ എന്തൊക്കെ ആ സമയത്ത് പറയണ്ടറിയോ. ഈ ഗോപികമാർക്ക് എങ്ങനെയാണ് ഒന്നും പഠിക്കാത്തവര്, രാമായണം വായിച്ചിട്ടൊന്നുമില്ല, അങ്ങനെയുള്ളവരെന്തൊക്കെയാണ് പറയണത് അറിയോ? ബാലിയെ ഒളിയമ്പെയ്ത് കൊന്നത് ഞങ്ങൾക്കറിയാം, നീ അത്രയ്ക്കും വലിയ ചതിയനാണ്. അതൊക്കെ ഭഗവാനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പിന്നെ അവരതൊക്കെ കഴിഞ്ഞു ഭഗവാൻ പോണ സമയത്തും അവരൊരുപാട് ഗോവിന്ദ ദാമോദര മാധവ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഉദ്ധവൻ വന്ന സമയത്തും അവരവരുടെ അണ പൊട്ടി ഒഴുകുന്ന ദുഃഖം അതവര് ദേഷ്യമായിട്ട് പ്രകടിപ്പിച്ചു. അങ്ങനെയൊക്കെ ഉള്ള അവര് പിന്നെ കാലക്രമത്തില് ഉദ്ധവൻ പറഞ്ഞു കൊടുത്ത ഉപദേശം ഓർമ്മിച്ചു. ഭഗവാൻ അകന്നിരിക്കുമ്പോഴാണ് അവർക്ക് ഭഗവാൻ അവിടെ ഉണ്ടെന്ന് വിചാരിക്കും, വൃന്ദാവനത്തിൽ ഉണ്ടെന്ന് വിചാരിക്കും. ആ സമയത്ത് ഏതെങ്കിലും ഒരു ഗോപികയുടെ അടുത്ത് മാത്രല്ലേ നിൽക്കാൻ പറ്റുള്ളൂ ഭഗവാന്. എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ലല്ലോ. ഇപ്പോഴോ അകന്നിരിക്കുമ്പോ ഓരോ ഗോപിയും ഭഗവാനെ പറ്റി ആലോചിക്കുമ്പോ ആ ഗോപിയുടെ ഉള്ളില് മനസ്സില് ഭഗവാനുണ്ട്. അപ്പോ ശരീരത്തിൽ ഇരിക്കുന്ന ഭഗവാനേക്കാൾ ഭഗവാനുമായിട്ട് ചേർച്ച സാധിക്കുന്നത് ശരീരമില്ലാത്ത ഭഗവാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അടുത്തില്ലാത്ത ഭഗവാനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഇതൊക്കെ ആലോചിച്ചിട്ട് അവർക്കൊരു നില വന്നിരുന്നു. അവർക്ക് നല്ല ഒരു സമത വന്നിരുന്നു. നല്ലൊരു ഇക്വലിബ്രിയത്തിൽ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാഗവതത്തിൽ നമുക്കത് പ്രത്യേകിച്ചും കാണാം. അങ്ങനെയുള്ളവരാണ് ഈ സമന്ത പഞ്ചകത്തില് സൂര്യഗ്രഹണ കാലത്ത് ഭഗവാനെ കണ്ടത്. അവര് മുമ്പിലേക്ക് തിക്കിത്തിരക്കി വരണമൊന്നുമില്ല, അവര് മാറി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഇതില് രാധികയെ സമീപിച്ച് ഭഗവാൻ പലതും പറഞ്ഞു എന്ന് പറയുന്നു. ആ രാധിക ഒരു പ്രതീകമാണ്. ഭഗവാൻ എല്ലാ ഗോപിമാരുടെ അടുത്തും പോയതായിട്ടാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഗോപികമാരുടെ അടുത്ത് പോയിട്ട് അവരോട് സംസാരിക്കും. ആ സമയത്ത് അവര് അങ്ങനെ ഭഗവാനെ കണ്ണിന്റെ മുമ്പിൽ കണ്ടതിന്റെ സന്തോഷം, ഭഗവാൻ പറയുന്ന അമൃത മൊഴികള് വാക്കുകൾ കേട്ടിട്ട് അത് കർണത്തിൽ കൂടെ അവരുടെ ഹൃദയത്തിന്റെ
അന്തരാളങ്ങളിലേക്ക് ആ അമൃതപ്രവാഹം സന്തോഷമായിട്ട് അവര് നിൽക്കും. അങ്ങനെ ഒന്നും മിണ്ടാണ്ടെയാണ് അവര് നിൽക്കുന്നത്. കാരണം ഗോപികമാര് പറഞ്ഞു, ഗോപ്യ ഊച്ചു എന്ന് പറയുന്നില്ല ഭഗവാനോട്. അവരുടെ മൗനം വ്യാസ ശുഖബ്രഹ്മർഷി ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. ആഹുശ്ചതേ, അവര് പറഞ്ഞു, ആ സ്ത്രീകള് പറഞ്ഞു. എന്ത്? ശുഖബ്രഹ്മർഷിയുടെ വാക്കാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ആ സ്ത്രീകൾക്ക് സംസാരിക്കാൻ പോലും അപ്പൊ കഴിഞ്ഞിരുന്നില്ല. അത്രയ്ക്കധികം അവരുടെ ഹൃദയം നിറഞ്ഞു കവിയായിരുന്നു. ആഹുശ്ചതേ പദാരവിന്ദം യോഗീശ്വരൈർഹൃതി വിചിന്യമഗാധബോധേ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹഞ്ജുഷാമവി മനസ്യുതിയാൽ സദാന. അവരുടെ പ്രാർത്ഥനയെ ശുഖബ്രഹ്മർഷിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവര് പറയുന്നത് എന്താണ്? ഈ പത്മനാഭനായിട്ടുള്ള ഭഗവാൻ, മഹാവിഷ്ണു ആണ് ശ്രീകൃഷ്ണൻ എന്നുള്ളത് അവർക്കറിയാം. മഹാവിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് പത്മം ജനിച്ചിരിക്കുന്നത്. നളിനം എന്ന് പറഞ്ഞ താമര, നളിനനാഭ. ആരുടെ പൊക്കിൾ കൊടിയിൽ നിന്നാണോ താമര വിടർന്നു വന്നിരിക്കുന്നത്, ആ ഭഗവാൻ വിഷ്ണു ഭഗവാൻ. നളിനനാഭ പദാരവിന്ദം, അവിടുത്തെ തൃക്കാലുകള്, 2 പാദങ്ങള്, പദാരവിന്ദം. അതെങ്ങനെയുള്ള കാലുകളാണ്? യോഗീശ്വരൈർ ഹൃദി വിചിന്യമഗാധബോധൈ. ഏറ്റവും ധ്യാനത്തിന്റെ ഏറ്റവും ആഴമുള്ള നിമിഷങ്ങളില്, ആ സമയത്ത് യോഗികളുടെ മനസ്സില് തെളിഞ്ഞു കാണുന്ന ഭഗവത് പാദങ്ങള്. യോഗേശ്വരൈർ ഹൃദി വിചിന്യമഗാധബോധൈ. ആഴത്തില് ധ്യാനത്തിന്റെ അടിത്തട്ടില് എത്തുന്ന സമയത്ത്, ഉളിയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവർക്ക് തെളിഞ്ഞു കിട്ടുന്ന വിഷ്ണുപാദം, അത് ഞങ്ങൾ കാണുന്നു. എവിടെ ഇരുന്നിട്ട്? അവരൊക്കെ ഗൃഹസ്ഥകളാണ്. അങ്ങനെയായിരുന്നുവല്ലോ. നമുക്കറിയാം, അവര് ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുന്നവര്, കുട്ടികൾക്ക് പാല് കൊടുക്കുന്നവര്, മുതിർന്നവരെ അച്ഛനമ്മമാർക്ക് പരിചരണം ചെയ്തു കൊടുക്കുമ്പോഴൊക്കെയാണ് അവര് രാസമാടാൻ വേണ്ടിയിട്ട് വൃന്ദാവനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നും അവരുടെ അവസ്ഥ അത് തന്നെയാണ്. ഇന്നും അവര് ബന്ധുക്കളെ പരിചരിച്ചിട്ടും കുട്ടികളെ നോക്കിയിട്ടും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോണു. അതിൽ വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ അവരുടെ ജീവിതം ഇന്നും ഒരു അന്ധകൂപത്തിലാണ്, ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്നത് പോലെയാണ്. പക്ഷെ അവർക്ക് മുകളിലേക്ക് നോക്കിയാൽ മുകളിൽ ഒരു ഇത്തിരി വട്ടം ആകാശം കാണാം. ഏതവസ്ഥയിലും മുകളിലേക്ക് നോക്കാൻ തയ്യാറായാൽ നമുക്കൊരിത്തിരി വട്ടം ആകാശം കാണാം. ആ ആകാശത്തില് ഭഗവാന്റെ തൃക്കാൽകളോടുകൂടി അവര് ഭഗവാനെ നമിക്കുകയാണ്. ഭഗവാൻ ആനന്ദ ചന്ദ്രോദയമായിട്ട്, ജ്ഞാന സൂര്യനായിട്ട് അവിടെ തെളിഞ്ഞു നിൽക്കും. സൂര്യനെ കാണാൻ അല്ലെങ്കിൽ ചന്ദ്രനെ കാണാൻ ഒരു പൊട്ടക്കിണറ്റിൽ കിടന്നാലും മുകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ ആ പൊട്ടക്കിണറിന്റെ ഇത്തിരി വട്ടം മതി. അത് നോക്കാൻ തയ്യാറാവണം. അവരതിന് തയ്യാറായിരുന്നു. അതുകൊണ്ട് ആഹുശ്ചതേ നളിനനാഭ പദാരവിന്ദം യോഗേശ്വരൈർ ഹൃദി വിചിന്യമഗാധബോധേ സംസാരകൂപപതിതോത്തരണാവലംബം. സംസാരത്തിന്റെ കൂപത്തിലാണ്. വീട്ടിലത്തെ ജീവിതം, ഗൃഹം, അന്ധകൂപം എന്നല്ല ഉദ്ദേശിക്കുന്നത്. സംസാരത്തിലെ ജീവിതം, നമ്മളുടെ വേൾഡ്ലി ലൈഫ്, അത് തന്നെ ഒരു അന്ധകൂപമാണ്. അതിൻ്റെ ഉള്ളില് ഞങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നത്, അവലംബമായിരിക്കുന്നത് ഹേ ഭഗവാനെ അവിടുത്തെ തൃപ്പാദങ്ങളാണ്. സംസാരകൂപ പതിതോത്തരണാവലംബം ഗേഹഞ്ജുഷാമഭി മനസ്യുതിയാൽ സദാന. ഞങ്ങളൊക്കെ വീടുമായിട്ട് അത്രയ്ക്കധികം ഇടപഴകി ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു ബന്ധനത്തിലാണെങ്കിൽ പോലും ഞങ്ങളുടെ ഈ ആകാശത്തില് അവിടുന്ന് ആനന്ദ ചന്ദ്രോദയമായിട്ട് വാഴണേ എന്നവര് പ്രാർത്ഥിക്കുകയാണ്. ആ അവസ്ഥയിലേക്കാണ് ഗോപികമാര് ശ്രീകൃഷ്ണ സ്മരണത്തിൽ എത്തിച്ചേർന്നത്. വേദം പഠിച്ചിട്ടില്ല, ആരും ധ്യാനിക്കാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, ആരും മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ടില്ല. അവർക്കൊന്നു മാത്രമേ കൈമുതലായിട്ടുണ്ടായിരുന്നുള്ളൂ.
ശ്രീകൃഷ്ണൻ അവരുടെയാണ്. ഓരോ ഗോപിക്കും തോന്നിയിരുന്നു ശ്രീകൃഷ്ണൻ എന്റെയാണ്, ഞാൻ കൃഷ്ണന്റെയാണ്. ഞാനും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമില്ല. അത്രയ്ക്കധികം ആത്മൈക്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് ഈ ഭഗവാനെ കണ്ട സമയത്ത്, ഭഗവാൻ പറഞ്ഞ വാക്കുകൾ കേട്ട സമയത്ത് അവരുടെ ഹൃദയം വീണ്ടും വീണ്ടും സന്തോഷം കൊണ്ട്, അമൃതരസം കൊണ്ട് കര കവിഞ്ഞൊഴുകുകയായിരുന്നു. ഇങ്ങനെ ഒരു രംഗം നമ്മള് ശ്രീമദ് ഭാഗവതത്തിൽ കാണും. ആ അവസ്ഥയിലേക്കാണ് അവരുടെ ഭക്തി അവരെ എത്തിച്ചത്. അത് അതിന് വേറെ ഒന്നും ആവശ്യമില്ല. മന്ത്രം കിട്ടിയിട്ടില്ലെങ്കിലും അതൊക്കെ മാർഗങ്ങളാണ്. മന്ത്രം മാർഗമാണ്, പൂജ മാർഗമാണ്. പക്ഷെ അതിലൂടെയൊക്കെ എത്തേണ്ടടുത്ത് നമുക്ക് ഭക്തിയിലൂടെ എത്താം. അതവര് കാണിച്ചു തന്നു. ഇതാണ് ഈ സമന്ത പഞ്ചക യാത്രയിലെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന തത്വം. അതാണ് ഇത് ശ്രീമദ് ഭാഗവതത്തിലത്തെ ആ ഭാഗം ഭഗവാൻ ഇവിടെ ഗോപിക ഗോപികമാര് എന്നുള്ളതിന് പകരം രാധാദേവി എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പലായിട്ട് കാണിച്ചു. ഓരോരുത്തരും ഭക്തിയുള്ള ഓരോരുത്തരും, പുരുഷനായാലും സ്ത്രീ ആയാലും ആരാണ്, കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും ഭക്തി മനസ്സിൽ ഏന്തുന്നവരൊക്കെ, പേറുന്നവരൊക്കെ രാധാദേവി തന്നെയാണ്, രാധികാദേവി തന്നെയാണ്. അങ്ങനെയുള്ളൊരു ഒരു അവസ്ഥയിലാണ്, അങ്ങനെയുള്ളൊരു ഭാവത്തിലാണ് ആ ഭാഗവതത്തിൽ അധ്യായം അവസാനിക്കുന്നതും ഇവിടെ ഈ ദശകത്തില് 84-ാമത്തെ ദശകത്തില് നാരായണീയം ആ ദശകം അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പറഞ്ഞതൊക്കെ ഭഗവാന്റെ കാൽക്കല് ഭക്തജന സമക്ഷം സമർപ്പിക്കുന്നു. ഗുരുവായൂപുരാധീശ പ്രസീദ കരുണാകര പുരുഷോത്തമ വൈകുണ്ഠ ത്വയി സർവം സമർപ്പിതം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം.